നമ്മളോടൊപ്പം സൈക്കോളജിക്കൽ കൗൺസിലർ നിത ഫ്രാൻസിസ് ഉണ്ട്. നിതയ്ക്കൊപ്പമുള്ളത് ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദാണ്. അലക്സിലേക്ക് ആദ്യം പോകാം. അലക്സ്, ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇപ്പോൾ ഈ വിമുക്തിയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് തുടക്കത്തിൽ വലിയ റിലക്റ്റൻ്റ് ആയിരുന്നു. കാരണം ഈ കുട്ടിയെ ഇവരുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ വളരെ പ്രയാസപ്പെട്ടു. പക്ഷേ പിന്നീടാണ് ഈ കുട്ടിയെ എല്ലാ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും ഇനി സോഷ്യൽ സപ്പോർട്ടാണ് ആവശ്യമെന്ന് പറഞ്ഞു. എത്രത്തോളമാണ് ഈ കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗം ഇതിൽ എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് ഈ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? എങ്ങനെയാണ് അവരെ സഹായിക്കാൻ കഴിയുക? GK അനുജ, അതായത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒരു ഐ ഓപ്പണർ ആവണം ഈ കേസ് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഒരു കുട്ടി അതും പഠിച്ചുകൊണ്ടിരിക്കുന്ന, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ലഹരി വഴിയിലേക്ക് വഴുതി വീഴുന്നതും അതിനടിമപ്പെടുന്നതെന്നും അവൻ്റെ സ്വഭാവത്തിൽ ഏതൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നും തെളിയിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ഈ 18 വയസ്സുകാരൻ്റെ കേസ്. നേരത്തെ ഈ വിമുക്തിയുടെ ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ് വിശ്വനാഥൻ വ്യക്തമാക്കിയതുപോലെ വളരെ കഷ്ടപ്പെട്ട്, വളരെ പണിപെട്ടാണ് എക്സൈസിൻ്റെ വിമുക്തിയിൽ നിന്നുള്ള ജീവനക്കാർ ഈ കുട്ടിയിലേക്ക് എത്തുന്നത്. അവൻ വളരെ റിജിഡായാണ് ആദ്യഘട്ടത്തിൽ പെരുമാറിയത്. പിന്നെ എക്സൈസിൻ്റെ സ്വഭാവത്തിൽ ചില, അതായത് അവരുടെ ആ ക്യാരക്ടറിൽ ചില ചോദ്യങ്ങളും മറ്റുമൊക്കെയായി അവനെ വരുതിയിലാക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരു സൗഹൃദം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. കുട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നു എന്നൊരു തോന്നലുണ്ടായാൽ മാത്രമേ അവൻ സഹകരിക്കുകയുള്ളൂ. അതിന് നന്നേ അവർ കഷ്ടപ്പെട്ടു, നന്നേ ആ ട്രെയിൻഡായ ജീവനക്കാർ, ആ ഉദ്യോഗസ്ഥർ കഷ്ടപ്പെട്ടു എന്നാണ് വിഘ്നേഷ് വിശ്വനാഥൻ വ്യക്തമാക്കിയത്. അതിനുശേഷം കുട്ടിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതായത് ഒരു ലോങ് ടേം പ്രോസസ്സാണിത്. കാരണം കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലടക്കം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കുടുംബ പശ്ചാത്തലമാണ്. അച്ഛനും അമ്മയും വേർപെട്ട് ജീവിക്കുകയാണ്, ബ്രോക്കൺ ഫാമിലിയാണ്. ഫാമിലി പശ്ചാത്തലം തന്നെ അങ്ങേയറ്റം വൾണറബിൾ ആണ്. വീടും മറ്റുമൊക്കെ തന്നെ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ്. അതാണ് കുട്ടിയുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം. ഇനി നമ്മൾ അവനെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പോലും ഒരുപക്ഷെ തിരിച്ചവൻ ആ സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ വീണ്ടും അവനിൽ ഇതേ കാര്യങ്ങൾ ഉണർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വിമുക്തി കോർഡിനേറ്റർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതാണ് ആദ്യം മാറ്റേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് ആരംഭിക്കണം. അത്തരത്തിൽ സാമൂഹികമായ ഒരു ഇടപെടലും, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റണമെങ്കിൽ നെയ്യാറ്റിൻകരയിൽ അവരുടെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. അവിടേക്ക് മാറ്റിയുള്ള ഒരു ഇടപെടൽ കൂടി നടത്താൻ അവർ തയ്യാറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ ഒരു കൗൺസിലിംഗ് ആണ് നടന്നിട്ടുള്ളത്. വീണ്ടും ഈ കുട്ടിയെ ഇവർ കാണുന്നുണ്ട്, അവർ കുട്ടിയുമായി സംസാരിക്കുന്നുണ്ട്. ഓണത്തിന് മുമ്പാണ് കുട്ടിയുമായി സംസാരിച്ചിരുന്നത്. ഓണത്തിന് മുമ്പ് ചില മാറ്റങ്ങൾ അവനിൽ ഉണ്ടായിരുന്നു. കാരണം ഈ അക്രമ സ്വഭാവം ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നത്, അതിൽ നിന്ന് ചെറിയൊരു മാറ്റം കുട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ഓണ സമയത്ത് അവധി ദിനങ്ങളാണ്. ആ ദിനങ്ങളിൽ കുട്ടി പുറത്തേക്ക് പോയി കൂട്ടുകാർക്ക് ഒപ്പം ഒക്കെ പോയി തിരിച്ചു വരുന്നത് നല്ല അവസ്ഥയിലായിരുന്നില്ല എന്ന് മാതാപിതാക്കൾ തന്നെ ഇവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇത്തരം ഇടപെടലുകൾ നിർത്തി അവന് തന്നെ മനസ്സിലാകേണ്ടതുണ്ട്. അതായത് ഈ കഞ്ചാവിൻ്റെ ഉപയോഗം എത്രത്തോളം ദുഷ്കരമാണ്, അത് ജീവിതത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കും, അവനിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു പ്രതിരോധ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിമുക്തി വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും വിമുക്തിയുടെ ഭാഗമായി, എക്സൈസിൻ്റെ ഭാഗമായും പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുന്നുണ്ട്. ഒന്ന്, അവരുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാമൂഹ്യ പശ്ചാത്തലം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയും, ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു കുട്ടിയാണ്, മറ്റു കാര്യങ്ങളൊക്കെ കഴിവ് തെളിയിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നിലവിൽ +2 ഒരു വിഷയം പോയിട്ടുണ്ട്. ആ വിഷയം എഴുതിയെടുക്കുന്നതിനുള്ള പ്രാഥമികമായ സപ്പോർട്ട് കൂടി വിമുക്തിയും എക്സൈസും നൽകും എന്നുള്ളത് കൂടി അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ്ലി, അതായത് നിരന്തരമായ ഫോളോ അപ്പ് ഈ വിഷയത്തിൽ നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർ ഫോളോ അപ്പ് ഉണ്ട്. അതായത് വീണ്ടും ഇവർ കുട്ടിയെ കാണും, നിലവിലെ കണ്ടീഷൻ അവർ അനലൈസ് ചെയ്യും, കുട്ടി ഏതൊക്കെ വിധത്തിൽ കുട്ടിയെ സമീപിക്കണമെന്നും കുട്ടിയിൽ എന്തൊക്കെ തരം മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും അവർ അത്തരത്തിലൂടെ ആ ഒരു ഇടപെടലിലൂടെ അവർ കണ്ടെത്തും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സൈക്കോളജിക്കൽ കൗൺസിലർ നിത ഫ്രാൻസിസ് ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീമതി നിത, ഇപ്പോൾ നമ്മളൊരു കേസ് സ്റ്റഡി നമ്മുടെ മുന്നിലുണ്ട്. കാരണം +2 പഠിക്കുന്ന കുട്ടി കുടുംബ പശ്ചാത്തല പ്രശ്നങ്ങൾ കാരണം ആ കുട്ടി ലഹരിയുടെ അടിമയാകുന്നു. പിന്നീട് വിമുക്തിയുടെ ഇടപെടലോട് കൂടിയാണ് ആ കുട്ടിയെ തിരികെ കൊണ്ടുവരുന്നത്. വളരെ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ളൊരു കുട്ടിയാണ് പെട്ടെന്ന് ഇങ്ങനെ വഴിമാറി പോകുന്നത്. ഇത് ഒരു കേസല്ല, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഈ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? അതിന് കൗൺസിലിങ്ങിന് എത്രത്തോളം ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ കഴിയും? ഇതിന് നമ്മളിപ്പോ മൊത്തത്തിലുള്ള കുട്ടികളുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ്, അല്ലാതെ പുറത്തുള്ള ആൾക്കാരല്ല ഈ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ഒരാളുടെ അടുത്ത് നമ്മൾ എപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കിടാറുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ നമ്മൾ പറയും, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല അനുഭവം ഉണ്ടായാൽ തന്നെ നമ്മൾ പറയും. പക്ഷെ ഇതുപോലെ ഒരു കാര്യം അവരുടെ ലൈഫിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവമാണല്ലോ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചു എന്ന് പറയുന്നത്.
അതെന്തുകൊണ്ടാണ് ഈ വീട്ടിൽ ഇത്രയും വർഷമായിട്ട് ജീവിക്കുന്ന അവരുടെ അടുത്ത് അവർ പങ്കുവെക്കാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ, അച്ഛനും അമ്മയും കുട്ടികളോട് വെക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ എന്താ റിലേഷൻഷിപ്പിൽ എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തരുത് എന്നാണ് നമ്മൾ ജനറലിസ്റ്റിക്കലി പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് കുട്ടികളുമായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഈ കുട്ടി പറഞ്ഞതുപോലെ വീട്ടിലെ സാഹചര്യം അതൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ആള് പറഞ്ഞതായി പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി കൗൺസിലിംഗ് വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പ് ശരിയാക്കിയിട്ട് കുട്ടിക്ക് വേണ്ടി അച്ഛനും അമ്മയ്ക്കും അതിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കൗൺസിലിംഗിലൂടെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ പറ്റും. ആ പ്രശ്നങ്ങളിൽ ഇവരെ കൊണ്ട് പരിഹാരം ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാൻ പറ്റും. ഈ രണ്ടുപേരുടെയും ഇപ്പൊ പറഞ്ഞു അച്ഛന് കുടിക്കുന്ന സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ആൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുമോ, അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് നന്നാക്കാനുള്ള ഒരു രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതതിന്റെ ഒരു സൈഡ് മാത്രമാണ്. ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ, അതായത് ഇപ്പൊ രണ്ടുപേരും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. ചില സമയത്ത് നമുക്ക് അങ്ങനെ റിലേഷൻഷിപ്പിൽ ഒരുമിപ്പിക്കൽ ചിലപ്പോൾ പറ്റില്ല. പക്ഷെ വേറെ വേറെ രീതിയിൽ നിന്നുകൊണ്ടിട്ടാണെങ്കിൽ പോലും അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടിയുടെ സാഹചര്യം നന്നാക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് 18 വയസ്സായി. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ആകാനുള്ള ഒരു പ്രായത്തിലേക്കാണ് കുട്ടി എത്തിയിരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് തന്നെ സ്വയമായിട്ടും ഇതിൽ നോക്കാൻ പറ്റും. അങ്ങനത്തെ കൗൺസിലിംഗ് ആ രീതിയിൽ നമുക്ക് പേഴ്സണൽ ലെവലിലും ഈ കൗൺസിലിംഗ് കൊണ്ട് കുട്ടീനെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. സോ ഇതിൽ ഏതാണ് എക്സാക്ട്ലി ഈ കേസിൽ വരേണ്ടത് എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് നമുക്ക് ഇടപെടൽ നടത്താൻ പറ്റുള്ളൂ. പക്ഷെ 100% ആയിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇടപെടൽ നടത്താനും ഈ കുട്ടീനെ രക്ഷിക്കാനും പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ ജേർണലിസ്റ്റിക്കലി നമ്മുടെ പബ്ലിക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലേക്ക് കുട്ടികൾ എത്താതിരിക്കാൻ നമ്മളുടെ വീട്ടിലെ കുട്ടികളുടെ അടുത്തുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരോട് പറയുന്ന പോലെ വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പൊതുവെ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് കുട്ടികളോട് സംസാരിക്കാനോ അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ നമുക്ക് പറ്റാത്തത്. അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവരുടെയും റിലേഷൻഷിപ്പ്, വീട്ടിലെ സാഹചര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്താതിരിക്കാൻ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.